വേണ്ടേ വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണേ. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. എന്നെ വെറുതെ വിട് കിച്ചു, കിച്ചു എന്നെ വെറുതെ വിട്. വെറുതെ വിട്ട രേണുവിനെ സത്യം പറഞ്ഞ എല്ലാവരും വെറുതെ വിട്ടത് മാത്രമല്ല, രേണുവിന് വേണ്ടി എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, രേണുവിന്റെ കൂടെ നിന്നു, രേണുവിന്റെ വീഡിയോ കാണാൻ ആൾക്കാർ വന്നു, രേണുവിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. അതായിരുന്നു ഈ കാണിച്ച ആൾക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആരെ കുറിച്ച്? കിച്ചുവിനെ കുറിച്ച്. കിച്ചു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാം. വേറെ ഏതോ ഒരു ചെറുക്കൻ എടുത്ത് ചെയ്തൊരു വീഡിയോ, അതെങ്ങനെ ആ ചെയ്യാനിടേണ്ട സാഹചര്യം എന്തോ, കിച്ചു ഒരു വീഡിയോ ഇടുന്നു, എല്ലാവരുടെയും വിഷമം അങ്ങ് തീരട്ടെ, ഞാൻ അങ്ങ് കാണാൻ പോവാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ അവൻ ചെയ്യാനിടയുണ്ടായ സാഹചര്യം എങ്ങനെ ആയിരിക്കും? അവന്റെ കമന്റ് ബോക്സിലായിട്ട് നീ അമ്മയെ കാണാൻ പോകുന്നില്ല, എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള കമന്റുകൾ വന്നത് കാരണം. അങ്ങനെ ഒരു കമന്റ് അവന്റെ കമന്റ് ബോക്സിൽ വരാനുള്ള കാരണം എന്തുവാ? രേണു അതിന് തൊട്ട് മുമ്പുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടൊരു വീഡിയോ. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ 18 വയസ്സ് വരെ നോക്കി വളർത്തിയ ഒരു മകനുണ്ട്, അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല എന്ന് പറയുന്നൊരു കാര്യം. അതിനെ തുടർന്ന് കമന്റ് കൂടുതലും കിച്ചുവിന് വരികയും കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇടുകയും കാണാൻ പോവുകയും, എന്നാൽ കാണാൻ സാധിച്ചില്ല, പക്ഷെ പിള്ളേരെ കണ്ടപ്പോൾ തിരിച്ചു വരികയും ചെയ്തു. അപ്പം എന്തോ ചെയ്തു, ഈ സ്പെസിഫിക് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഒരുത്തൻ്റെ ഒരു വീഡിയോ രേണു സ്വന്തം അക്കൗണ്ടിലെടുത്ത് കൊളാബ് ചെയ്യുന്നു. സ്വന്തം അക്കൗണ്ടിലെടുത്ത് കൊളാബ് ചെയ്യുന്നതിന്റെ മീനിങ് എന്തുമായിരിക്കും? അവർക്ക് പറയാനുള്ള അഭിപ്രായമാണ് അവർ അതിലൂടെ രേഖപ്പെടുത്തുന്നത് വ്യക്തമാക്കിയല്ലോ. ഉടനെ എന്തോ ചെയ്തു, കിച്ചു അതിനൊരു മറുപടിയായിട്ട്, ഞാൻ എന്തുകൊണ്ട് ഇതുവരെ കാണാൻ വന്നില്ല, നിങ്ങൾ എക്സ്ക്ലൂസീവ് തുടങ്ങിയതല്ല ഇതിനകത്ത് തെറ്റ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോണം. അതായത് ഞാൻ എക്സ്ക്ലൂസീവ് തുടങ്ങിയത്, അതായത് രേണു സുധി എക്സ്ക്ലൂസീവ് തുടങ്ങിയതല്ല കിച്ചുവിനെ സംബന്ധിച്ച്. ആ എക്സ്ക്ലൂസീവിനകത്തൂടെ നമ്മൾ ഉൾപ്പെടെ ഉള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത് റിയാക്ട് ചെയ്തൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ചുണ്ടിൽ കടിക്കടാ ഇങ്ങനെ കാണിച്ചൊരു സാധനം ഉണ്ടല്ലോ. ഈ സാധനം അന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേന് ഇത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമുക്കറിയാം, നമ്മളത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം തന്നെ കിച്ചുവിന് ഇമ്പാക്ട് അടിച്ചു. അവനത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ എടുത്തു വെച്ച് കാണിച്ചു. ഇങ്ങനെയൊക്കെ കാണിച്ച് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു പേര്, സുധി എന്ന് പറയുന്നത് കിച്ചുവിന്റെ മാത്രമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ആ ഒരു ലേബലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സമൂഹത്തിന് മുന്നിൽ ഇറങ്ങാനുള്ളതാ. നിന്റെ അമ്മയല്ലേ രേണു സുധി എന്നൊരു ചോദ്യം അവന് വരുന്നുണ്ട്. ഇളയവനായിട്ടുള്ള ഋതപ്പിന് വരാൻ ചാൻസ് ഉണ്ട്. കൂട്ടുകാരങ്ങനെ പറയുമ്പോഴത്തേന് അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഇതേ കാര്യം തന്നെ. അങ്ങനെ അവനൊരു വീഡിയോ ഇടുന്നു. എന്നാ രേണു, ഞാൻ സീരിയസ്ലി പറയാം, രേണു അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് നിർത്തേണ്ട സമയം കഴിഞ്ഞ്, സീരിയസ്ലി സമയം കഴിഞ്ഞ്. അപ്പൊ അവന്റെ ഒരു ചാറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, വിവാദങ്ങളില്ലാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. സത്യമായിട്ട് പറയാം, വിവാദങ്ങളില്ലാതിരിക്കാൻ കഴിയത്തില്ല. സർവൈവ് ചെയ്യുന്നത് തന്നെ ആ ഒരു രീതിയിലാണ്. അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് രേണുവിന്റെ അവസ്ഥ മാറണമെന്ന് തന്നെയാണ് ഞാനും എപ്പോഴും പറയുന്നത്. മാറി നല്ല രീതിക്ക് വരണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ സർവൈവ് ചെയ്യുന്ന, നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി പുറത്തു വരും. അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിനിപ്പം എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാ, എല്ലാവരും അങ്ങനെ തന്നെയാ. നമുക്ക് അധിക കാലം ഒന്നും മറപിടിച്ചൊന്നും ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് കഴിയത്തില്ല. പിക് ടു അനദർ കണ്ടന്റ് ടു റീച്ച്. ഇപ്പൊ അവരിട്ടിരിക്കുന്ന വീഡിയോ എവിടെ? യൂട്യൂബിനകത്ത് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോ കാണുമ്പോൾ 12-18 മണിക്കൂർ മുമ്പ് 1 ലക്ഷത്തിൽ പുറത്ത് വ്യൂസ് ആയിട്ടുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ്, അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇതുപോലുള്ള ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്തു വെച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ ഉത്തരം പറയേണ്ടത് നിങ്ങൾ 18 വയസ്സ് വരെ വളർത്തിയെന്ന് പറയുന്നത് കിച്ചു മാത്രമാണ്. നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ അമ്മ മകൻ തമ്മിലുള്ള ഒരു ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നേ ഇല്ലാതാക്കുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ട് അത് തുറന്നടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്പമെങ്കിലും നാണം, അല്ലെങ്കിൽ ഈ ഒരു രോഗത്തെ എങ്കിലും മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അഫക്റ്റഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ ഒരു സൈഡിൽ കൂടെ പ്രാർത്ഥന കാണിച്ചിട്ട് മറ്റൊരു സൈഡിൽ കൂടെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ രേണു? ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്ക്. രേണു ഇതുപോലെ തന്നെ ആയിരുന്നു. ഒരു തൊട്ടപ്പുറത്തൂടെ കൊല്ലം സുധിയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നത്, തൊട്ടപ്പുറത്ത് എക്സ്ക്ലൂസീവ് വന്നിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാറുണ്ട്. അന്നൊക്കെ ഞാൻ ഇതിനെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അതിന് പറയുന്നില്ല, കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഓക്കെ, എന്തായാലും രേണു ഇട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടുവരാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത്. അത് വായിച്ചു തരാം. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അറിഞ്ഞായിരുന്നോ എന്നിട്ട് എന്തോ മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. നവൻ പറഞ്ഞേക്കുന്നത് അത് കേൾക്കുമ്പോഴേ അറിയാം
അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ തൊട്ടപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമല്ലോ. 500 സബ് കഴിഞ്ഞിട്ടോ, ഗുഡ്. അവൻ ഗുഡ് എന്ന് പറഞ്ഞ എന്ത് ഗുഡാന്ന് ഈ ചാറ്റ് കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എന്തോ പറയും, കൺഗ്രാചുലേഷൻസ്, ആ ഒരു സാധനമല്ലേ. അല്ലെങ്കിൽ 2 വാക്ക് പറയുമായിരുന്നു, എന്നിട്ട് അവൻ അതിന് റിപ്ലൈ ഇല്ല. അവൻ അതിനകത്ത് റിപ്ലൈ കൊടുത്തിട്ടില്ല. 600 കഴിഞ്ഞു, താങ്ക് യു, 180 റുപ്പീസ്. അത് റെസ്പോൺസിന്റെ പൈസ 180 ആക്കിയെന്ന ഉടനെ അവൻ ഈ മെസ്സേജ് വായിക്കുന്ന ഒരാള് നോർമലി ചോദിക്കുന്നത് 180 എന്ത് 180? എന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ആണ് ഞാൻ പറഞ്ഞതെന്ന്. എന്റെ പൊന്നു രേണു, ഞാൻ ഈ ഒരു അവസ്ഥയായിരിക്കും പറയാന്ന് വിചാരിക്കല്. അത് നിങ്ങൾക്കും അറിയാം, അവനും അറിയാം, കാണുന്നവർക്കും അറിയാം 150 രൂപ ചോദിച്ചില്ലെന്ന്. ഒന്നാമത്തെ കാര്യം, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് തുച്ഛമായ കാലയളവായിട്ടുള്ളൂ. ആ കാലയളവിന് തൊട്ട് മുമ്പ് തന്നെ കിച്ചു സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ചിട്ടുണ്ട്, അല്ലേ? സ്വന്തമായിട്ട് അവൻ സമ്പാദിക്കുന്നുണ്ട്. അവൻ ഒരു ടീഷർട്ട് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അവന് പല രീതിയിലുള്ള കൊളാബ് അല്ലെങ്കിൽ അവൻ്റെതായ ജീവിതമാർഗം നോക്കി അവനൊരു സാമ്പത്തികം ഒരു സൈഡിൽ കൂടെ നല്ല രീതിയിൽ അവൻ ജനറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ജനറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു 180 രൂപയ്ക്ക് രേണുവിന്റെ അടുത്ത് ചോദിക്കൂ, രേണു അത് നിനക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള നിന്നെ അവൻ അനക്കിയതാണെന്നും നിന്നെ അവൻ ആക്കിയതാണെന്നും. ആ ഒരു സാധനത്തെ പിക്ക് ചെയ്ത് എടുത്തിട്ട് ഇപ്പം ഇതുപോലെ ഒരു കോണ്ടന്റ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നത് കണ്ടവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ ഒരിക്കലും കിച്ചുവിന്റെ വീഡിയോയ്ക്കകത്ത് നീ, അതായത് രേണു സുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതല്ല തെറ്റ്. സബ്സ്ക്രിപ്ഷനകത്ത് അവന് ചിലപ്പം ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മക്കൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ ഒരു അമ്മ കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിനകത്ത് കാണിച്ചു. അതാണ് അവനുണ്ടായ ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്ക്, സബ്സ്ക്രിപ്ഷൻ അല്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ രേണു തുടങ്ങി അന്നാണ് ഓർത്തോണം എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യം ഇരിക്കുന്നത്? എന്നാ അതിനുശേഷം അങ്ങനെ പോട്ടെ, എന്നാ ആ മോൻ ആ സമയത്ത് ഗുഡ് എന്ന് പറഞ്ഞത് വെച്ചോ, കാണുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോ. അതിനുശേഷം അവൻ നിങ്ങൾക്ക് അയച്ചൊരു മെസ്സേജ് അവൻ സ്ക്രീൻഷോട്ട് കാണിച്ചല്ലോ, അതിനകത്ത് പ്ലീസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തോ പറയുന്നത്, എനിക്ക് അതിനകത്തൊന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന 2-3 ലക്ഷം കിട്ടുന്നല്ലേ. അങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ആ ഗുഡ് കേട്ടാലും കേട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നിർത്തുന്നത്? തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞോട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 180. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് 2 പേർക്കും അറിയേണ്ട പല കാര്യങ്ങളും അല്ലേ കിച്ചു? ഭീഷണിയാണോ? നമുക്ക് 2 പേർക്കും അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലേ കിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. എന്നെ ഈ വെറുതെ വിടൂ എന്നൊക്കെ പറയുന്നത്, എടാ ഇത് സീരിയസ്ലി ഡ്രമാറ്റിക് അപ്രോച്ചാ. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? രേണുവിന് ഇപ്പൊ അതിന് ആവശ്യമുണ്ടോ? രേണു എഴുതുന്നോ? ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ എന്റെ സൈഡിൽ ചിലപ്പം എന്റെ ഒരു ജനറ്റിക്കല് അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ ശൈലി ഉണ്ടല്ലോ, മേ ബി അത് കയറി വരാം. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരുന്നത്. ഞാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക, ഓക്കെ? രേണു നമ്മളുടെ ആ ഒരു നമ്മളൊന്ന് അറിയണവിടെ നമ്മൾ എന്താണെന്നുള്ള നമ്മൾ തന്നെ അറിയണവിടെ, പ്ലീസ്. ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ.
നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും വേണു തന്നെ വീഡിയോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കിച്ചു, നീ 1 വർഷം ആയില്ലേ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരുത്തന് 150 രൂപയുടെ ഒരു ചാറ്റുമായിട്ട് വരുന്നതിന് കാര്യമുണ്ടോ? പിന്നെ ഈ പറഞ്ഞതിനകത്ത് വേറൊരു ആരോപണം പറയുന്നുണ്ടല്ലോ, ഒരാളുടെ ജീവിതം വരെ ഇല്ലാതാവുന്ന, അവൻ നിന്നെ അനിയാന്നാ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്തുവരെ കണക്ട് ആവുന്നേ? സ്ത്രീ വിഷയം ആണോ? അത് മറ്റൊരു സ്ത്രീയിലാണോ ആ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്? എനിക്ക് ലോജിക്കലി കേൾക്കുമ്പോഴത്തേന് അങ്ങനെ തന്നെ തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. പുറത്തു പറയാൻ പറ്റാത്ത പലതും ഉണ്ടെന്ന്. അത് ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലും എന്റെ മകൻ നിന്നെ ചേട്ടാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ആ ഭീഷണിയുടെ സ്വരത്തിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓൾ ആർ നോട്ട് ഗുഡ്. ഞാൻ ഈ ഒരു അവസ്ഥ ഇത്രേ പറയുന്നുള്ളൂ. ഓൾ ആർ നോട്ട് ഗുഡ്. ആരെയും ഞാൻ മറ്റേ സീക്രട്ട് ഏജന്റ് നടക്കുന്നത് തത്വം പറയുന്നില്ലേ, ഓപ്പ്. രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. ആ ചെറുക്കൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഒരു വ്ളോഗ് ഞാൻ എന്തോ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എന്തോ സംഭവം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കുമല്ലോ, ആയിരിക്കാം. അപ്പം ചെലവാണോ ചെലവില്ല. ഒറ്റക്കല്ല, സീരിയസ്ലി അവനെ കൊച്ചിനെ മാത്രമല്ല, സഹോദരിയുടെ ചേച്ചിയുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. KSF സോറി, ഞാൻ പണയം വയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാതെ പറഞ്ഞു. ഐ എം റിയലി സോറി ഗൈസ്. KFC കഴിക്കാൻ പോകുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടോളല്ലേ. അപ്പൊ അവിടെ പൈസ ആയിരിക്കത്തില്ല ചെലവായത്, വെണ്ടക്കുരുവാ ചെലവായത്. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. ഘട്ടങ്ങളിൽ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണ്ട. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് രേണുസുതി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്തുള്ള ഹൈലൈറ്റ്സാ. അറിയാലോ, വീഡിയോയ്ക്കകത്തുള്ള കോണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് ഹൈലൈറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ച് കാണിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് വീഡിയോയിൽ ഉള്ളതെന്ന് നിങ്ങളെ ആദ്യം വ്യക്തമായിട്ട് ധരിപ്പിക്കുന്നു. അതിനുശേഷം ആ ഒരു സാമാന്യ മര്യാദയോട് കൂടിയുള്ള ഇൻട്രോ. വൈ ദിസ് പ്രഹസനം? എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കാൻ. എന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത് വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവന്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ. രേണു ഇപ്പൊ അങ്ങനെ ഒരു പേര് കിച്ചുവിനെ കുറിച്ച് പറയുമ്പോഴത്തേന്, കിച്ചു എന്ന് ഒരു അച്ഛനും വീട്ടുകാരും ഇട്ട പേരാണ്, യഥാർത്ഥ പേര് രാഹുൽ ദാസ് ആണെന്ന് പറയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ സ്വന്തം പേര് മറന്നുപോയ ഒരു രേണുസുതി ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഓർപ്പിക്കാം, രേഷ്മ പി തങ്കച്ചൻ അല്ലേ? കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു, വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയം സീരിയസ്ലി കുറ്റപ്പെടുത്തിയവരല്ല രേണു ഇപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണോ? സീരിയസ്ലി ഞാൻ ആ രീതിയിലല്ല. കുറ്റപ്പെടുത്തിയവർ പോലും നിന്നോട് ക്ഷമ ചോദിച്ചു എന്നല്ല. രേണു ചെയ്ത കാര്യങ്ങളിലെ തെറ്റെന്തൊക്കെയാണെന്ന്
സംസാരിച്ചവര് ഒരിക്കലും കുറ്റപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ നല്ലവരാവത്തില്ലേ? അങ്ങനല്ല, ആ ഒരു ടോപ്പിക് ആ രീതിയിലേക്ക് വളച്ചൊടിക്കല്ലേ. ഞാൻ സീരിയസ്ലി രേണു ഈ ഒരു അവസ്ഥയിൽ രേണുവിന് കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും കളയരുത്. അത് പ്ലീസ് മെയിൻറ്റെയിൻ. ഒരു നല്ലൊരു വിഭാഗം ക്രൗഡ് ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രോഗം ഭേദമായതിനു ശേഷം ആ ക്രൗഡ് നിന്നെ കൊണ്ടുപോയിക്കോളും നല്ല രീതിയിൽ. ആ രീതിയിലേക്ക് മടങ്ങുക. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് ആ വേസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുക്കുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ. അപ്പൊ പിന്നെ ഒരു മകനെ അറിയിക്കുന്നു എന്ന് പറയുന്നു. ഐ ആം റിയലി സോറി, ഞാൻ ചിലപ്പോൾ മുതലാളിയാന്ന് വിചാരിക്കാം. ഒരാളെ അറിയിക്കുന്നു എന്ന് പറയുന്നു. അറിയിക്കുന്നതാണോ അതിനകത്ത് നല്ലൊരു കാര്യം, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്? എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ അതിനകത്ത് ഏത് രീതിയിലുള്ള വീഡിയോസ് ഇടണം? അതാണോ ഒരു നല്ലൊരു കടമ? നിങ്ങളിപ്പോ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളേ. എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ അല്ല, ബേസിക്കലി ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, ഞാൻ ഇത്ര വെക്കുന്നുള്ളൂ. ഇതിനകത്ത് രേണു സുധി പറയുന്ന സാധനം വേറെ, അവൻ പറയുന്ന വേറെ, രണ്ടും 2 കോണ്ടക്സ്റ്റാ. രണ്ടും 2 കാര്യങ്ങളാ. രേണു ഇപ്പൊ പറയുന്നത് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയും സൗമ്യതയോടു കൂടിയും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതല്ല അതിന്റെ നേച്ചർ, ഇതല്ല അതിന്റെ സാധനം. ആ സാധനം ഒരു മകന് കണക്ട് ആവുന്ന ഒരു സാധനമാണ്. അവൻ അതിനകത്ത് എക്സ്ക്ലൂസീവിനെ പറ്റിയല്ല, ആ ഒരു സ്പെസിഫിക് വീഡിയോ കണ്ടതിന് ശേഷം അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഇതൊക്കെ എന്താണ്, അമ്മ ഋതപ്പന്റെ കാര്യം ആലോചിക്കുന്നില്ലേ, അവന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് അവനോട് എന്തൊക്കെ പറയും എന്നൊരു ടോപ്പിക്കാണ് അവൻ സംസാരിക്കുന്നത്. അല്ലാതെ എക്സ്ക്ലൂസീവ് തുടങ്ങിയതിനെ കുറിച്ചല്ല, ആ എക്സ്ക്ലൂസീവിനകത്ത് ഇട്ടിരിക്കുന്നുള്ള സാധനം എന്താണെന്നുള്ളതിനെ കുറിച്ചാ. അവിടെയായിരുന്നു രേണു റീതിങ്ക് ചെയ്യേണ്ടിരുന്നത്. മോനെ നിനക്കത് വിഷമമായോ, ഞാൻ ഇനി ചെയ്യത്തില്ലടാ. ഒറ്റ കാര്യം അവിടെ പറഞ്ഞായിരുന്നെങ്കിൽ ഇതാ ഇപ്പൊ രേണുവിന് ഇവിടെ കയ്യടി വീണേനായിരുന്നല്ലോ, സീരിയസ്ലി കയ്യടി വീണേനായിരുന്നല്ലോ. ആ പറഞ്ഞതും കാണിച്ചതും രേണു ഈ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുന്ന കോണ്ടസ്റ്റിൽ വരുന്നൊരു കാര്യമല്ല. ഇപ്പൊ പറയുന്ന ടോപ്പിക്ക് വേറെ, അത് വേറെ, ഇത് റേ. ആ രീതിയിലേക്ക് രണ്ടും കൂടെ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, 2 പേരും കൂടെ നാറാനായിട്ട് നിൽക്കരുത്. അറിയാവുന്നുണ്ടോ, 2 പേരും നാറാനായിട്ട് നിൽക്കരുത്. ആ നാറാൻ നിൽക്കുന്ന സമയത്ത് കിച്ചു എന്ന് പറഞ്ഞൊരു കൺസൾട്ടേഷൻ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ കാണിക്കത്തില്ല, അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്ന സുധിച്ചേട്ടന്റെ മകൻ എന്ന് പറയുന്ന കൺസൾട്ടേഷൻ ഇനി വരുന്ന കമന്റിന് കിച്ചുവിന് കിട്ടത്തില്ല. ഇതുപോലൊരു മെഡിക്കൽ കണ്ടീഷനിലൂടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രേണു ആണെന്നുള്ളൊരു പരിഗണന രേണുവിനും കിട്ടത്തില്ല. ഞാൻ സീരിയസ്ലി പറയുക, കിട്ടത്തില്ല.
ഇനി ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ലാസ്റ്റ് ഇട്ട 2 or 3 വീഡിയോ മുതൽ രേണുവിന് വന്നുകൊണ്ടിരിക്കുന്ന കൊമന്റ്സിന് വ്യത്യാസങ്ങളുണ്ട്, അവിടെ മാറ്റമുണ്ട്. അതിനകത്തുനിന്ന് ഒരു 20% തൊട്ടപ്പുറത്ത് പോകുന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് നിന്ന് മാറുന്നതിലും നല്ലത് ഈ സാധനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങളെ തമ്മിലടിപ്പിക്കാനോ ഇനി നിങ്ങൾ തമ്മിലടിച്ചാലേ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി നിങ്ങളെ വിട്ടതാ. വീണ്ടും നമ്മളെ ഇതിനകത്തേക്ക് വലിച്ചു കയറ്റുന്ന ആരാണ്? ഇവർ തന്നെയാ, എസ്പെഷ്യലി രേണു തന്നെയാ. സോ ആ ഒരു രോഗത്തെയോ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളത് സർവൈവ് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥനയും, നിങ്ങളത് മാറി വരണം. അത് തന്നെ നമ്മൾ പറയുന്നത്. ഒരിക്കലും ബാക്ക് ടു നോർമൽ ലൈഫ് അല്ല, നോർമൽ ലൈഫ് തിരിഞ്ഞു നോക്കരുത്. പുതിയൊരു ജീവിതം, കൂടെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകുക. അത്യാവശ്യം ഇപ്പൊ ഹേറ്റ് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് തന്നെ അതങ്ങ് മാറ്റിയെടുക്കുക, അവസാനിപ്പിക്കുക, നല്ല രീതിയിൽ ഇരിക്കുക. ഒരടി അടിച്ചാലും തിരിഞ്ഞ് രണ്ടാമത്തെ ഒരു അടി നിൽക്കുന്ന എന്താ കുഴപ്പം? ഞാൻ ആ ഒരു രീതി അതുകൊണ്ടാണ് പറയുന്നത്. കുഴപ്പമില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായം. പക്ഷെ വാരി എറിയാനായിട്ട് നിൽക്കില്ല ഇനി. അപ്പം